തിരുവല്ലക്കാർ അറിഞ്ഞായിരുന്നോ ഗൈസ്? അതായത് നമ്മുടെ തിരുവല്ല മുത്തൂരില് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് ചെന്നൈ ഷോപ്പിംഗ്. ഇവിടെ പോയി എന്തെടുത്താലും വെറും 180 രൂപയുള്ള ഗൈസ്. അപ്പൊ ഈ പാത്രത്തിനും പുലിക്കുട്ടിക്കും പിന്നെ JCBക്കും പിന്നെ അവിടെയുള്ള ചെരുപ്പിനൊക്കെ 180 രൂപ മാത്രം. ഈ പാത്രം കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞ് ക്ലോക്ക് നോക്കിയപ്പോ എന്റെ കയ്യിലെ വാച്ച് അങ്ങോട്ട് കേടായിപ്പോയി ഗൈസ്. ബാഗ് നോക്കിയപ്പോ അവിടെ ഗേൾസിന്റെ ബാഗ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ സംഭവം കണ്ടു. ഇത് എന്നാന്ന് അറിയാൻ പാടില്ല. സ്വിച്ച് ഇട്ടപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് എന്നാന്നറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം. പിന്നെ അവിടെ 180 രൂപയുടെ ഒരു ഫാൻ കണ്ടു. പക്ഷെ ഇത് എങ്ങനെ ഓണാക്കുന്ന അറിയാൻ പാടില്ല. സൈഡിൽ ഒരു കിഴുത്ത മാത്രം കണ്ടു. അതുകൊണ്ട് ഞാൻ ഓണാക്കാതെ അവിടെ വെച്ചിട്ട് പോയി ഗൈസ്. അങ്ങനെ വായി നോക്കി നടന്നപ്പോ അൻട്ര നല്ല സോഫ്റ്റ് ഒരു മാറ്റടാ, നല്ല സുഖം ഉണ്ടായി എന്റെ മണ്ടക്കൂടെ ഇങ്ങനെ കൈ ഓടിക്കാൻ. പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചില്ലെന്നേ. അത് കഴിഞ്ഞപ്പോ നിങ്ങളൊരു ബികോം സ്റ്റുഡന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാൽക്കുലേറ്റർ ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മൾ ബില്ലടിക്കാൻ പോയി. അപ്പോഴാണ് ഞാൻ ആ സംഭവം കണ്ടത്. അവിടെ കുറെ പെർഫ്യൂം ഒക്കെ ഇരിപ്പുണ്ടായിരുന്നെ. അപ്പൊ ഞാൻ പൊക്കി എടുത്ത് നോക്കി. പക്ഷെ എന്റെ കയ്യിൽ പെർഫ്യൂം ഉണ്ടാകത്തോണ്ട് ഞാൻ അത് എടുത്തില്ല ഗൈസ്. അവിടെ ക്യൂ നിന്നിട്ട് ഒരു ചേട്ടൻ വന്നപ്പോഴത്തേക്കിനും ആ ചേട്ടൻ നമ്മുടെ സാധനമൊക്കെ എടുത്ത് മാറ്റി ബില്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ പച്ച ഇംഗ്ലീഷിൽ നോ എക്സ്ചേഞ്ച് നോ റിട്ടേൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരു ബ്ലൂടൂത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ ബ്ലൂടൂത്തും കംപ്ലൈന്റ് ആയിരുന്നു. എനിക്ക് കുറച്ച് ഭാഗ്യം കൂടിയതുകൊണ്ട് എന്റെ ബ്ലൂടൂത്ത് എക്സ്ചേഞ്ച് ചെയ്തു തന്നു. പക്ഷേ അവളുടെ ബ്ലൂടൂത്ത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റോക്ക് ഇല്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരാൻ. ഞങ്ങൾ സമ്മതിക്കോ? ഞങ്ങളാണെങ്കിൽ അവിടെ കിടന്ന് അടി വെച്ചു ഗൈസ്. ശരിക്കും അടി വെച്ചു. എന്നിട്ട് അവര് ഞങ്ങളുടെ പൈസ തിരിച്ചു തന്നു. 150 രൂപ ഞങ്ങളുടെ തിരിച്ചു തന്നു. ഞങ്ങൾക്ക് സമാധാനം അപ്പോഴാണ് ഗൈസ്. അപ്പോൾ ഈ കടയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരുവല്ല ശ്രീഭദ്ര ഓഡിറ്റോറിയത്താണ് നമ്മുടെ മുത്തൂറുള്ളത്. അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിച്ചിറങ്ങി ഗൈസ്. അപ്പൊ ഈ ഒരു പോക്ക് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ഈ വ്ലോഗ് കണ്ടുള്ളൂ ഗൈസ്. പിന്നെ 180 രൂപയ്ക്ക് വേർത്തായിട്ടുള്ള സാധനമാണെന്ന് ചോദിച്ചാൽ അതെ ഗൈസ്, ഒരുമാതിരിപ്പെട്ട സാധനമൊക്കെ അവിടെ 180 രൂപയ്ക്ക് വേർത്താണ്. പക്ഷെ എല്ലാം ഒന്നും ഞാൻ പറയില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പോയി വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ എന്ത് വാങ്ങുന്നതിന് മുന്നേയും ചെക്ക് ചെയ്ത് നോക്കണേ. കാരണം നിങ്ങൾ വാങ്ങിച്ച സാധനം ചെക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് സാധനം ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങാം. പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റൂലെന്നേ. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് വാങ്ങാം.